നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നത് കവിതയുടെ വിശകലനമാണ്. അതിൽ ഒരുപാട് കവിതകളടങ്ങിയ ഒരു പുസ്തകമാണ് വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന പുസ്തകം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച കവിതകളുടെ ഒരു സമാഹാരമാണിത്. ഇതിൽ 33ഓളം കവിതകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ കവിതയായ എഴുത്തച്ഛൻ എന്ന കവിതയുടെ വിശകലനമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എഴുത്തച്ഛൻ എന്ന കവിത ഒരു ചെറിയ കവിതയാണ്. അത് വായിച്ചു കേൾപ്പിക്കാം. മലയാളികൾ ചൂഴും ഈ മനോജ്ഞമാം നാട്ടിൽ പല രാജ്യത്തും നിന്നു പഴറ്റ വാണിജ്യത്താൽ വാരൊളിമുത്തും പട്ടും ജ്ഞാനവിജ്ഞാനങ്ങളും വാരണഗന്ധം ചോരും വൻചുരങ്ങളിലൂടെ കാറുകൾ ചീറും കടൽച്ചാലുകളിലൂടെ വന്നുകേറിയ തമ്പേ കൂട്ടി ഇല്ലവും കൊട്ടാരവും കേളി കേൾക്കവേ കയ്യും വായുമായി കഴിയുന്ന കേവലന്മാരോടൊപ്പം മുഗ്ധയായി ദരിദ്രയായി വേദ സംസ്കാരത്താക്കോൽ പൂണൂലിലുടക്കുന്ന മേദിനീദേവന്മാർക്ക് താമ്പൂലമൊരുക്കിയും തമ്പുരാക്കന്മാർക്കും കൂത്ത സ്ത്രീകൾക്കും തൻ കൈവിരൽ ചെമ്പവിഴച്ചേലാർന്ന മണിമാലകൾ കോർത്തും പടയാളികൾ കിമ്പം പകർന്നും പാടങ്ങളിൽ പണിയാളുകൾക്കോരോ പാട്ടിനാൽ ക്ഷീണം തീർത്തും ഇങ്ങനെ പോകുന്ന കവിതയാണത്. ഈ കവിതയുടെ വിശകലനം ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ കവിതയാണ്. ആ കവിതയുടെ വിശകലനം ആണ് ഉദ്ദേശിക്കുന്നത്. ആ കവിതയെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഒരു വ്യക്തത കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ എഴുത്തച്ഛനെ പറ്റിയുള്ള കവിതയാണ് വൈലോപ്പിള്ളി കവിതകൾ കയ്പവല്ലരി എന്ന പുസ്തകത്തിൽ നിന്നാണ്. എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ കവിതാ സമാഹാരമാണ് മഹാഭാരതം കിളിപ്പാട്ട്. കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കേരളാംബയുടെ വാഹനമായ മലയാള കിളിമകളുടെ കൊഞ്ചൽ ക്ഷമാണ്. ഇതിന് ഒരു ശുകിപ്പക്ഷിയായി കവി വിവരിക്കുന്നു. എഴുത്തച്ഛൻ ഏറ്റവും അധികം തപസ് ചെയ്തത് കേരളാംബയായിരുന്നു. അദ്ദേഹത്തെ ഭാഷാപിതാവ് എന്ന് വിളിക്കാൻ പര്യാപ്തമാക്കിയ സാഹചര്യം താഴെ കൊടുക്കുന്നു. ഒരു ദിവസം കടപ്പുറത്ത് ഇംഗ്ലീഷ് കപ്പൽ വന്നടിഞ്ഞു. ഇംഗ്ലീഷ് കപ്പലിൽ ധാരാളം പട്ടും വളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വിവരം വാഴുന്നവർക്ക് ചുരത്തിലെ ആനകളുടെ മതമിളകിയ മണം വ്യക്തമാക്കി കൊടുത്തു. കാട് പറ്റിച്ചിരിക്കുന്നു എന്നു സാരം. ഇവർ ദുർമന്ത്രവാദ പിൻബലം ഉള്ളവർ ആണ് എന്ന് രാജാവും നാടുവാഴികളും ജനത്തെ അറിയിച്ചിരുന്നു. ജനം അവരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയുണ്ടായി. രാജാവ് അവരോട് പോകാൻ കൽപ്പിച്ചിട്ടും അവർ പോയി കണ്ടില്ല. ഇതിൽ നിന്ന് രാജാവിന് ഇവർ വശീകരണം ചെയ്യുന്നു എന്ന് തെളിയുകയാണ് ഉണ്ടായത്. രാജാവ് താന്ത്രികരെ വിളിച്ചു വരുത്തി യഥാവണ്ണം സൽക്കരിച്ചു. അതിനുശേഷം അദ്ദേഹം അവരെ ഉപദേശം ചോദിക്കുവാൻ രാജസഭയിൽ എഴുന്നള്ളിച്ചു. ഇവർ ഭാരതം തുലയ്ക്കും എന്നുറപ്പിച്ചു പറഞ്ഞു. രാജാവ് ഇവരെ തടയാൻ മാർഗം ആരാഞ്ഞു. ഇവരെ തടയാൻ ഒരു മാർഗമുണ്ട്. അത് കേരളാംബയുടെ വാഹനമായ ശുകിപ്പക്ഷിയെ സംരക്ഷിക്കലാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞിരുന്നു. രാജാവ് നേരിട്ട് പക്ഷിയെ പരിപാലനം ചെയ്തു പോകുന്നു. ശത്രുക്കൾ ശുകപ്പക്ഷിക്ക് വാലിൽ അഭിചാരം ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിൽ ദുഃഖിതയായ പക്ഷി സങ്കടം കൊണ്ടിരിപ്പായി. ഭഗവതി പക്ഷിയെ ദേവലോകത്ത് കൊണ്ടുപോയി ചികിത്സ ചെയ്തു. തൽഫലമായി ശുകിപ്പക്ഷി ചിറക് കുടഞ്ഞ് പറന്ന് ഭൂമിയിൽ തിരിച്ചെത്തി. എഴുത്തച്ഛൻ ഇതറിഞ്ഞ് ശുകിപ്പക്ഷിയെ വീണ്ടും വണ്ണം പൂജ ചെയ്ത് ആചാരവിചാരങ്ങൾ ചെയ്ത് തൽഫലമായി പുതിയ മലയാള ഭാഷ ഉദയം ചെയ്തു. ഈ കഥയാണ് ഈ കവിതയിൽ ശ്രീ വൈലോപ്പിള്ളി എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനം ഞാൻ ഇവിടെ ചെയ്യുന്നു. മലയാളികൾ ചൂഴുമീ മനോജ്ഞമാം നാട്ടിൽ പല രാജ്യത്തും നിന്ന് പാഴറ്റ വാണിജ്യത്താൽ വാരൊളിമുത്തും പട്ടും ജ്ഞാനവിജ്ഞാനങ്ങളും വാരണഗന്ധം ചോരും വൻചുരങ്ങളിലൂടെ കാറുകൾ ചീറും കടൽച്ചാലുകളിലൂടെ വന്നുകേറിയ തമ്പേ കൂട്ടിയില്ലവും കൊട്ടാരവും കേളി കേൾക്കവേ കയ്യും വായുമായി കഴിയുന്ന കേവലന്മാരോടൊപ്പം മുഗ്ധയായി ദരിദ്രയായി വേദസംസ്കാരത്താക്കോൽ പൂണൂലിലുടക്കുന്ന വേദിനീദേവന്മാർക്ക് താമ്പൂലമൊരുക്കിയും. ഇങ്ങനെയാണ് കവിത തുടങ്ങുന്നതെങ്കിൽ മലയാളികൾ ചൂഴുമീ മനോജ്ഞമാം നാട്ടിൽ ആഴികളാൽ മലകൾ ചുറ്റും മലകളും സമുദ്രവുമുള്ള
ഉള്ള മനോജ്ഞമാ മനസ്സിന് അജ്ഞമായ നാട്ടിൽ പല രാജ്യത്തു നിന്ന് പാഴറ്റ വാണിജ്യത്താൽ പല നാടുകളിൽ നിന്ന് ഒരുപാട് കച്ചവടം ചെയ്ത് വാരളി മുത്തും പട്ടും ജ്ഞാനവിജ്ഞാനങ്ങളും വാരളി മുത്തും പട്ടും ജ്ഞാനവും വിജ്ഞാനവും ഒക്കെയുള്ള വാരണഗന്ധം ചോരും വൻചുരങ്ങളിലെ കാടുകളിൽ ആനയുടെ മതമിളകിയ മണം വരുന്നു എന്ന് വെച്ചാൽ കാട്ടിൽ വെള്ളം വറ്റുമ്പോഴാണ് ആനയ്ക്ക് മതം പൊട്ടുന്നത്. കാട്ടിൽ വെള്ളം വറ്റിച്ച് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദുർമാന്ത്രികർ ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നിന്ന് ഈ രാജാവിന് വിവരം കിട്ടുന്നത്. കാറുകൾ ചീറും കടൽച്ചാളുകളിലൂടെ വന്നു കയറിയ തമ്പേ കൂട്ടി ഇല്ലവും കൊട്ടാരവും കേളി കേൾക്കവേ കയ്യും വായുമായി കഴിയുന്ന കേവന്മാരോടൊപ്പം മുഗ്ധയായി ദരിദ്രയായി. അപ്പോഴുള്ള കേരളത്തിൻ്റെ അവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. കയ്യും വായുമായി കഴിയുന്ന പാവങ്ങൾ, വെറും ഭക്ഷണം മാത്രമുള്ള ആളുകൾ, അവരുടെ കൂടെ പിന്നെ അവരുടെ കൂടിയ വേദസംസ്കാരത്താക്കോൾ പൂണിലുടക്കുന്ന വേദിനീദേവന്മാർക്ക് താമ്പൂലമൊരുക്കിയും തമ്പുരാക്കന്മാർക്കും കുത്തസ്ത്രീകൾക്കും തൻ കൈവിരൽ ചെമ്പവിഴച്ചോലാർന്ന മണിമാലകൾ കോർത്തും. ഇതാണ് വർണ്ണന. പടയാളികൾക്ക് ഇമ്പം പകർന്നും പാടങ്ങളിൽ പടയാളികൾക്ക് ഓരോ പാട്ടിനാൽ ക്ഷീണം തീർത്തും. മലയാള ഭാഷ മാതാവിനെയാണ് വർണ്ണിക്കുന്നത്. മാതാവ് എന്താ ചെയ്യുന്ന കാലത്ത് നിന്നാണ് വർണ്ണിക്കുന്നത്. പാണൻ്റെ വീണയ്ക്ക് ഈണം കൂട്ടിയും വേഗാന്തത്തിൽ തോണി കുത്തുന്നവർക്ക് അവരുടെ തോഴിയായി ഗാനം ചെയ്തും. ഇങ്ങനെയൊക്കെ ഒരു ഡിഫിക്കൽട്ട് കാലഘട്ടത്തിൽ കേരളാംബ മലയാള ഭാഷ അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. താഴ്മയിൽ വാഴും മലയാണ്മയെ ചെന്നെല്ലാടും ഈ മരതകഭൂവിൽ മകളാം സുഖിയാളെ, കേരളാംബയുടെ മകളായ സുഖിപ്പക്ഷിയെ ഇണക്കി വാത്സല്യത്തിൻ പാൽപ്പഴമുട്ടി കൊഞ്ചിച്ചുണർത്തിയിരുന്നാണ് നാട്ടെഴുത്തച്ഛൻ കിളിയെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തി. ഞാൻ അനുഭവിപ്പ് വിട്ട ഗേഹിനി കാലയെ ഏകതപ്രാണിയായി ശേഷിച്ച വന്മകൾ തൻ ശുശ്രൂഷയിൽ. അവരുടെ കുടുംബിനി നേരത്തെ പിരിഞ്ഞതുകൊണ്ടോ എന്തോ ആവോ ഇവർ ഈ കിളിമകളുടെ ശുശ്രൂഷയിൽ തന്നെ കഴിഞ്ഞു എഴുത്തച്ഛൻ എന്നാണ് പറയുന്നത്. പർണശാലയിൽ പോലെയാണൊരാ വൈരാഗ്യസമ്പന്നനാം ഗുരു ഓരോ ശിഷ്യരെ പഠിപ്പിക്കേ മകളെക്കാളും പ്രിയപ്പെട്ട പൈങ്കിളിയാൾ തൻ മണിച്ചഞ്ചുവിലേക്ക് മാത്രമേ പകർന്നേകി അവരോരോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എഴുത്തച്ഛൻ. അതുകൂടാതെ മലയാള ഭാഷയ്ക്ക് എന്ത് സമ്മാനിച്ചു? വായ്പഴും ഭക്ത്യാമിന്നും തൻ മനോവിഭവങ്ങൾ, വാൽമീകിയുടെ കണ്ണീർ, വ്യാസൻ്റെ ചിരികളും. ഇദ്ദേഹം മലയാള ഭാഷയ്ക്ക് എന്താണ് ആ കിളിയെ അമൃതൂട്ടുന്നത് പോലെ വ്യാസൻ്റെ ചിരിയും വാൽമീകിയുടെ ദുഃഖവും, അതായത് അതിൻ്റെ കൃതികൾ രചിച്ചു എന്നാണ്. അത് ഭക്ഷണരൂപത്തിൽ കിളി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പരിതസ്ഥിതികൾ കശമാം തന്മയിലും പരിവർത്തനമേറ്റി തിരിഞ്ഞു വാഞ്ഞു കാലം പിറകോട്ട് പോയി. ജീവിതം മധുമാസമറിയാതെ പോയി. മഞ്ഞിൻ ജീർണമാം നിറചൂഴും വാർദ്ധകം കടന്നെത്തി. വാർദ്ധക്യം ബാധിച്ചിരിക്കുന്ന നാടിനെ ഇത്തിരി വട്ടം നാടുവാഴുവോർ മാത്സര്യത്താലൊറ്റി നൽകി രാജ്യം കാർന്നിതും വിദേശികൾ വന്ന്, നേരത്തെ പറഞ്ഞ കപ്പലടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, വിദേശികൾ വന്ന് നാടിനെ ചൂഴ്ന്ന് നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. മങ്ങിമായ്മ വെളിച്ചത്തിലും മങ്ങിടാതെ തൻ കിളിയുടെ പാട്ടിൽ ജീവിച്ചാൻ സ്ഥിരവ്രതൻ. എഴുത്തച്ഛനക്കാലത്തും ഈ കിളിയെ ഉപാസിച്ച് കിളിയുടെ പരിപാലനം ചെയ്ത് സുഖമായി ജീവിച്ചു. ശാരിക കൊഞ്ചിപ്പാടി പറന്നതെങ്ങോ തത്ര ചാരു കേരള ഭാഷ സ്വതന്ത്രക്കൊടി പാറി. ഈ ശാരിക, ഈ പക്ഷി എവിടെയൊക്കെ പാറിപ്പറന്നു ചെന്നുവോ അവിടെയൊക്കെ സ്വതന്ത്ര കേരള ഭാഷയായി തീർന്നു അത്രേ. അതിൻ്റെ താന്ത്രിക രഹസ്യമാണ് പറയുന്നത്. ഏലവും ലവംഗവും ചേർത്ത് വെറ്റില തിന്നു പേലവും ചുവന്നതാം തത്തച്ചുണ്ടിൽ നിന്നും. ഏലവും ലംഘവും ചേർത്ത് വെറ്റില തിന്നോ അതോ പേലവും ചേർത്ത തത്തച്ചുണ്ടിൽ നിന്ന് എന്താണ് ധാരധാരയായി മധുധാരയായി ഉറ്റിറ്റി താഴെ എല്ലാവർക്കും പകർന്നു എന്നാണ്. താഴോട്ട് താൻ സ്വച്ഛമായ ഉദാരമായി പായ്മ സരസ്വതമാതിരി പാനം ചെയ്യുകേ. വേട്ടുപേർ തൊട്ടിനാട്ടിൽ വേദിയേറുവരെയും ഒരു നാട്ടെഴുത്തച്ഛനുറ്റ ശിഷ്യരായവരും. ഇവരൊക്കെ എഴുത്തച്ഛൻ്റെ ശിഷ്യരായി നാട്ടിലുള്ളവരും. ഭാരതത്തോളം വലുതായി കേരളം പൊതുഭാഷയിൽ വർക്കപ്പെട്ടു ചിന്തയും സംസ്കാരവും. നീണ്ടൊരു ദാസ്യത്തിലും ഐതിഹാസിക പ്രൗഢി പൂണ്ടൊരു ജനതയാൽ ചരിതാർത്ഥ്യമായ രാജ്യം. ആരുമേഖില പട്ടും വളയും ജീവിച്ച നാലാളത്തൂർ ഗ്രാമം പോലും എറിഞ്ഞോ മുറ്റും തന്നെ. അദ്ദേഹം ജീവിച്ച ഗ്രാമമാണ് നാലാളത്തൂർ ഗ്രാമം. അവിടെ പോലും അറിഞ്ഞോ ഇതിൻ്റെ രഹസ്യം എന്നാ ചോദിക്കും. ഇന്നുമെങ്കിലും കാലേ കിഴക്ക് വെള്ളിത്താരം വന്നു തുള്ളുമ്പോൾ മലനാട്ടിലെ ഗൃഹാന്തത്തിൽ മിന്നിവെട്ടിടും നിലവിളക്കിൻ നികിടത്തിൽ നിന്നു മുദ്കളിപ്പോരു കന്യകാകള ഗീതം. ഇന്നും അവിടെ രാവിലെ ഉണർന്ന് ആ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ ഈ പക്ഷിയുടെ മൂളൽ, പക്ഷി അവിടെ എഴുത്തച്ഛൻ അവിടെ മുറ്റത്തിരുന്ന് വൃക്ഷച്ചുവട്ടിലിരുന്ന് വൃക്ഷത്തിൻ്റെ മുകളിലിരുന്ന് പാട്ടുപാടുന്നതാണ്. അലയാറുണ്ടമ്പാഴും തൂമഞ്ഞിൻ കുളിച്ചെത്തും പുലർപ്പായുവെ പോലും സംഭൂതമാക്കും മട്ടിൽ ആ ശുക്രനക്ഷത്രേ ശുചീദീപത്തെ കണ്ട ശുകാലാപം കേട്ട് നമ്മൾ ഓർക്കുന്നു ഭക്തിയ. എന്നും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ഈ നല്ല നാട്ടിൽ പണ്ടൊരു ജലപ്രഭാതത്തെ
ആനയിച്ചൊരു മഹാഭാഗൻ്റെ അവദാനം. എഴുത്തച്ഛൻ്റെ മഹത്തരം നമ്മൾ ഇന്നും ആ പ്രഭാതത്തിൽ ആ ദീപക വിളക്ക് കത്തുമ്പോൾ ആ കിളിയുടെ കൂവൽ കേൾക്കുമ്പോൾ നമ്മൾ ഇന്നും ആലോചിക്കുന്നു. നമ്മൾ മാർന്നൊഴുകുമാ മഞ്ജുഗാനത്തിൽ കൂടി മമതാപൂർവം ഗുരു മന്ത്രിക്കല്ലേ വ്യർത്ഥം. ഗുരു വീണ്ടും മന്ത്രിക്കുന്നു, പറയട്ടെ താഴോട്ടുതാൻ നിങ്ങൾ തൻ വജോധാര പാവങ്ങൾക്കറിവുറ നാസ്തികത്വം വിരിയുവാൻ. നിങ്ങളുടെ ചിന്താധാര കൊണ്ടും നിങ്ങളുടെ ജ്ഞാനം മുകളിൽ നിന്ന് താഴേക്ക് ആ പക്ഷി പറന്നു പോകുമ്പോൾ ഉറ്റുറ്റ മധു താഴേക്ക് ഉറ്റുന്നത് പോലെ ആ ആസ്തികത്വം, ദൈവവിശ്വാസവും ശാസ്ത്രവും എല്ലാവർക്കും പകർന്നു കിട്ടുമാറാകട്ടെ. ആസ്തികദ്വളും ശുഭചിന്തയും വാക്കും പോക്കും ആസ്തിക ധന്യന്മാരാണ് അന്തരാ സ്വതന്ത്രന്മാർ. ആസ്തികമാകുന്ന മൂവിതൾപ്പൂവിൻ്റെ ദളങ്ങളാണ് ശുഭകരമായ ചിന്തയും വാക്കും. നടപടി 3 ഇതളുകളുള്ള പൂവിൻ്റെ ദളമാണ് ആസ്തികത്വം നാട്ടിൽ വിടരട്ടെ എന്നാണ്. ഇതാണ് ആദ്യത്തെ കവിതയുടെ വിശകലനം ഞാനിവിടെ പൂർത്തിയാക്കി. നന്ദി, നമസ്കാരം.